നിങ്ങളെക്കാൾ വിവരമുള്ളവരെ നിങ്ങൾ മാനിക്കുകയും അവരുടെ വൈജ്ഞാനിക വിഭവങ്ങളുടെ മുന്നിൽ നിങ്ങൾ മതരംഗത്ത് വിധേയപ്പെടുകയും ചെയ്യണമെന്ന വിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിലപാടുകളെ മുഴുവനും കാറ്റിൽ പരത്തി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പുത്തൻവാദ പ്രസ്ഥാനം എന്തിനാണ് രൂപീകരിച്ചത് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയാണ്. എല്ലാവരെയും ചോദ്യം ചെയ്യണം, ചോദ്യം ചെയ്യാതെ ആരെയെങ്കിലും സ്വീകരിക്കണം എന്ന് പറയുന്നതിൻ്റെ കണ്ടകോടാലിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. വിശ്വാസമാണ് ഇന്ന് സമുദായത്തിൽ നിലവിലുള്ളത്. ഇതിൻ്റെ കണ്ഠകോടാലിയാണ് ആരെയും പ്രവാചകനൊഴിച്ച് എന്നുള്ളതൊരു തൽക്കാല ഔദാര്യാണ്. എന്നാൽ പ്രവാചകനെയും ജമാഅത്തടക്കം സകല പുത്തൻവാദികളും ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ചോദ്യം ചെയ്തുകൂടാ എന്ന നിലപാട് ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കില്ല. വടക്കേ ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് മാത്രമല്ല ഒരു പുത്തൻവാദ പ്രസ്ഥാനവും തങ്ങളെക്കാൾ വിവരമുള്ളവരുടെ വിവരത്തിന്റെ മുന്നിൽ വിധേയപ്പെടുക എന്നതിന് പകരം SSLC പരീക്ഷ എഴുതിയ കുട്ടിയുടെ ആൻസർ പേപ്പറിൽ LKG കുട്ടി വാലുവേഷൻ നടത്തുമെന്ന് വാശി പിടിക്കുന്ന അഹങ്കാരമാണ് ജമാഅത്തെ ഇസ്ലാമി ഈ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചത്. അത് തന്നെയാണ് വഹാബികളും പഠിപ്പിച്ചത്. ഈ ഒരു ആശയം എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ഖുർആനിന്റെ ആശയങ്ങളെപ്പോലും ദൈവികമായ നിയമങ്ങളെപ്പോലും അന്ധമായി അനുകരിക്കാനും സ്വീകരിക്കാനും പാടില്ല എന്ന് പറയുന്നിടത്തേക്ക് പുത്തൻവാദ പ്രസ്ഥാനങ്ങൾ വ്യതിചലിച്ചു പോവുകയാണ്. ഖുർആൻ രേഖപ്പെടുത്തുന്ന മറ്റൊരു സവിശേഷമായ കാര്യം ദൈവികമായ സന്ദേശങ്ങളെ അന്ധമായി അനുകരിക്കരുത് എന്നതാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞാലും അതിനെ അന്ധമായി സ്വീകരിക്കാൻ പാടില്ല. ഈ സമൂഹത്തിൽ ഉദയം ചെയ്ത ബിദഈ പ്രസ്ഥാനങ്ങളുടെ ബലിയാടുകളായ CN അഹമ്മദ് മൗലവിയെ പോലെയുള്ള ധാരാളം ആളുകൾ സഹോദരങ്ങളെ ഈ ചോദ്യം ചെയ്യുന്ന നിലപാടിൽ കാടുകേറി അവസാനം പരിശുദ്ധമായ ഖുർആനിലെ പലതും ഇതുപോലെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന രീതിയിലെത്തുകയാണ്. ഈ സമുദായത്തിൽ നിന്ന് മുസ്ലിമീങ്ങളായി വ്യതിചലിച്ചു പോയ കക്ഷികളെ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ സോഷ്യൽ മീഡിയകളിലെ അപശബ്ദങ്ങളായി മാറുന്ന അത്തരം മുസ്ലിമീങ്ങളിലെ അധിക പങ്കും ഏതാണ്ട് 99% ഒരു ദിവസമെങ്കിലും മൗദൂദി വഹാബി പാളയങ്ങളിൽ അന്തി ഉറങ്ങാതെ സഹോദരന്മാരെ അത്തരം നിരീശ്വര നിർമ്മിത ആശയങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. ഇനി അള്ളാഹുവിൻ്റെ ഖുർആനിനെ മാത്രമല്ല ഖുർആൻ ചോദ്യം ചെയ്തതിനും ഖുർആനിക ആശയങ്ങളെ നിഷേധിച്ചതിനുമുള്ള വിശകലനങ്ങളിലേക്ക് ഞാൻ പോവുകയല്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അന്ധമായി സ്വീകരിക്കാൻ വഹാബികളോ മൗദൂദികളോ തയ്യാറല്ല. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ ചോദ്യം ചെയ്യണം. ഏറ്റവും വലിയ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. അള്ളാഹുവിൻ്റെ ഹബീബിനെയും ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചുകൂടാ എന്നാണ് ഇവിടെയുള്ള പുത്തൻവാദികൾ സംസാരിക്കുന്നത്. പടച്ചവൻ മാത്രമാണ്, വേറെ ആര് ചെയ്താലും ചോദിക്കണം എന്തിനാണ്, ആര് ചെയ്താലും ശരി. അതല്ല നിങ്ങൾ ചോദ്യം ചെയ്യാതെ കണ്ട് ഒരുത്തരെ അന്ധമായി അനുകരിക്കുന്നുവെങ്കിൽ അതിന് ദിവ്യത്വം കൽപ്പിച്ചു എന്നതിന്റെ അർത്ഥം. അവൻ ദൈവമാക്കിയിരിക്കുന്നു നിങ്ങൾ. അത് ആര് ചെയ്താലും ചോദിക്കണം. മുഹമ്മദ് നബി തന്നെയാണല്ലോ ഏറ്റവും അടുത്തത്. മുഹമ്മദ് നബി ചെയ്താലും ചോദിക്കണം എന്തിനാ ചെയ്തത്. ഈമാനുള്ള ആണിനും പെണ്ണിനും യോജിച്ച കാര്യമല്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹു ഒരു തീരുമാനം പറഞ്ഞാൽ മാത്രമല്ല, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തീരുമാനം പറഞ്ഞാലും അയ്യകൂന ലഹുമുൽ ഖിയറാ, പിന്നെ സ്വതന്ത്രമായ ചിന്തക്കവിടെ വകുപ്പില്ല. സ്വന്തമായി